ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ എല്ലാ ദിവസവും നിങ്ങളെ കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ്. ഏകദേശം 10ലധികം കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അവരോട് അന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് ചോദിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഇൻസിഡൻറ്റ് എന്തായിരുന്നു, അല്ലെങ്കിൽ നല്ല ഹാപ്പി മെമ്മറി എന്തായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കുക. ഇങ്ങനെ കുറച്ച് ദിവസം നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഇതേ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവർക്ക് എന്നും നിങ്ങളോട് അത് തുറന്നു പറയാനുള്ള ആ ഒരു ആഗ്രഹം വരും എന്നുള്ളതാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ടൈമിംഗ് വരുന്ന സമയത്ത് നിങ്ങളെ അവർ കോണ്ടാക്ട് ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ചാറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഹൗ, അതുപോലെ തന്നെ വാട്ട്, വെൻ, വേർ തുടങ്ങിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ആ അല്ലെങ്കിൽ നോ ഇങ്ങനെ പറയുന്ന സമയത്ത് അതോടുകൂടി ആ ഒരു കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. അതിന് പകരം ആ കോൺവെർസേഷൻ നീണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് വാട്ട്, വെൻ, ഹൗ, വിച്ച്, വേർ തുടങ്ങിയ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കോൺവെർസേഷൻ ഒരുപാട് നീണ്ടുപോകും. അത് തുടരുന്ന സമയത്ത് അതിന് അഡിക്റ്റഡ് ആയിട്ട് മാറുകയും ചെയ്യും. ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് എന്താണ്, അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രീ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, എപ്പോഴൊക്കെയാണ് ഫ്രീ ടൈം ഉണ്ടാവാറുള്ളത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിന് ധാരാളം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടിപ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ ടെക്നിക്കിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് കോമൺ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ എടുത്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ വ്യക്തിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, നിങ്ങൾക്കും അത് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ ആരാണെന്ന് ചോദിക്കാം, നിങ്ങളുടെ ആരാണെന്നുള്ളത് പറയാം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അങ്ങോട്ട് പറയാം, അവരുടെ ഫേവറേറ്റ് പ്ലെയറെ കുറിച്ച് ഇങ്ങോട്ട് പറയും. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വളരെയധികം താല്പര്യമുണ്ടാവും ഇരു കൂട്ടർക്കും. അപ്പോൾ ആ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കോംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം പേജോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നല്ല ഇമേജസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിന് ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ഫോണിലൂടെയോ ചാറ്റിലൂടെയോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോട് പറയാം, നിന്റെ ഇൻസ്റ്റഗ്രാം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിന്നെ സ്യൂട്ടിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, അല്ലെങ്കിൽ നിന്റെ സ്മൈൽ വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങനെയുള്ള കോംപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കാം. അങ്ങനെ കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നതിലൂടെ അവർ നിങ്ങളോട് വളരെയധികം അഡിക്റ്റഡ് ആവും, വളരെയധികം അറ്റാച്ച്ഡ് ആവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നാലാമത്തെ ഒരു ടിപ്പായിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ചില ക്യൂരിയോസിറ്റി ഉള്ള കാര്യങ്ങൾ പറയുക, എന്നിട്ട് അത് മുഴുവനായിട്ട് പറഞ്ഞു തീർക്കരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ നിന്നെ കണ്ടിരുന്നു എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കും, എന്താണ് സ്വപ്നത്തിൽ, എന്താ കണ്ടത്, എങ്ങനെ കണ്ടത്. അപ്പോൾ നല്ല സ്വപ്നമായിരുന്നു എന്നുള്ള മറുപടി കൊടുക്കുക. പക്ഷെ എന്തായിരുന്നു സ്വപ്നം എന്നുള്ളത് പിന്നീട് പറയാം എന്നുള്ള രീതിയിൽ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ അവർക്ക് അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങളെ വിളിക്കുകയും അതുപോലെ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ചില ടൈപ്പ് ഓഫ് പേഴ്സൺസ് ഇത്തരത്തിലുള്ള ക്യൂരിയോസിറ്റി വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വർക്കൗട്ട് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യം മാത്രമല്ല പറയേണ്ടത്, നിങ്ങൾക്ക് ഇതുപോലെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കാം, പക്ഷെ അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യരുത്, പറയരുത്. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അതിൻ്റെ പേരിൽ അവർ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ കൂടുതൽ താല്പര്യം കാണിക്കും എന്നുള്ളതാണ്. ആറാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ വളരെ ഭംഗിയുള്ള വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു
പിക്കൊക്കെ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പുതിയൊരു ഡ്രസ്സ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക, ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ അയച്ചു കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വളരെയധികം അട്രാക്റ്റഡ് ആവും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും അയക്കാതിരിക്കുക. എപ്പോഴും നല്ല വസ്ത്രം ധരിച്ചതിന് ശേഷം മാത്രമുള്ള പിക്സുകൾ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അഥവാ നിങ്ങൾ പേഴ്സണലി മീറ്റ് ചെയ്യുന്ന ഒരു കാര്യം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത മാസമോ അങ്ങനെയുള്ളൊരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡേറ്റ് ആകുന്നത് വരെ ആ വ്യക്തി മസ്റ്റായിട്ടും നിങ്ങളെ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യും. കാരണം ആ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അടുത്ത മാസം നേരിട്ട് മീറ്റ് ചെയ്യാൻ പോവുകയാണല്ലോ. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ മെസ്സേജിങ്ങും കോളിങ്ങും ഒക്കെ കൂടാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ടെക്നിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്ങോട്ട് മെസ്സേജ് അയക്കാനോ വിളിക്കാനോ പോകുന്നതിന് മുമ്പ് എന്താണ് സംസാരിക്കാനുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് പോവുക. അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ ചിലപ്പോൾ 1 മിനിറ്റിനുള്ളിൽ തന്നെ അവസാനിച്ചു എന്ന് വരാം. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുക എന്നുള്ളത് പ്ലാൻ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ഫൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷനിൽ ഏർപ്പെടുന്ന സമയത്ത് രണ്ട് കൂട്ടർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടണം. രണ്ടുപേരും ആ ചാറ്റിങ്ങിലൂടെ സ്മൈൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സ്മൈൽ ചെയ്യിപ്പിക്കാൻ നമ്മുടെ ചാറ്റിങ്ങിലൂടെയോ കോളിങ്ങിലൂടെ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. അവരത് തുടരാനുള്ള ടെൻഡൻസി വളരെയധികം കാണിക്കും എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ടെക്നിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് അവർ വിളിക്കുന്ന സമയത്തൊക്കെ അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ ബിസിയാണ്, എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റി വെച്ച് ഇവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബിസിയാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് ആ വിളിക്കാനുള്ള ഒരു ടെൻഡൻസി വളരെയധികം കൂടും എന്നുള്ളതാണ്. സോ തീരെ വിളിക്കാതിരിക്കരുത് എന്നുള്ളതല്ല, ചിലപ്പോൾ ബിസി ആയിരിക്കുന്ന സമയത്തൊക്കെ ആ ടൈം മാറ്റി വൈകിട്ട് വിളിക്കാട്ടോ എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് വിളിക്കാനും നിങ്ങൾ എന്ത് ചെയ്യണം, തയ്യാറാവണം. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ വിളിച്ചു, അതിന് തിരിച്ച് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ വീണ്ടും ചറപറ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിരന്തരമായിട്ട് മെസ്സേജ് അയച്ച് ടോർച്ചർ ചെയ്യാതിരിക്കുക. ഇങ്ങോട്ട് റിപ്ലൈ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ അങ്ങോട്ട് വീണ്ടും മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അഥവാ ഡബിൾ മെസ്സേജിങ്ങോ അല്ലെങ്കിൽ ഡബിൾ കോളിങ്ങോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഞാൻ 10-ലധികം കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 10-ലധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ എല്ലാ ദിവസവും നിങ്ങളെ കോൾ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ള വ്യക്തികളിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതിനുള്ള ആൻസർ എന്നോണം ഞാൻ പുതിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമസ്തേ.